So, advanced accounts. So, group 1, paper 1. Some of you, advanced account എന്ന് പറയുന്നത് ഒരു ഫേവറേറ്റ് ആണ്. ബട്ട് ഇറ്റ്സ് നൈറ്റ് മെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് അഡ്വാൻസ് അക്കൗണ്ട്സ് നൈറ്റ് മെയർ ആണോ എന്ന് ചോദിച്ചാൽ നോ. അഡ്വാൻസ് അക്കൗണ്ട് അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് ആണെങ്കിൽ തന്നെ നമുക്കതൊരു ആക്ച്വലി നമുക്കൊരു ആവറേജ് ഡിഫിക്കൽട്ട്. സോ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് എങ്ങനെയായാലും നമുക്ക് അഡ്വാൻസ് അക്കൗണ്ട്സിനുണ്ടാവും. ബട്ട് നമുക്ക് അറിയാം ഗ്രൂപ്പ് 1 നമുക്ക് ടാക്സ് ഉണ്ട്. സോ ടാക്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ജസ്റ്റ് നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് മിക്കവാറും നമുക്ക് കിട്ടാറുള്ളൂ. ഇപ്പം സെപ്റ്റംബറിലെ എക്സാമൊക്കെ വെച്ച് നോക്കുമ്പം ഭയങ്കര ടഫായിരുന്നു നമുക്ക് ടാക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് 1 നമുക്ക് അഗ്രിഗേറ്റ് കിട്ടി പാസ്സാവണമെങ്കിൽ നമുക്കൊരു സ്കോറിംഗ് പേപ്പർ എന്ന് പറയുന്നത് അഡ്വാൻസ് അക്കൗണ്ടാണ്. സോ അതുപോലെ തന്നെ പ്രാക്ടിക്കലിൽ നമുക്ക് ചില ആൾക്കാർ പ്രാക്ടിക്കലായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. സോ അവർക്കും ഈ ഒരു അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്കോറിംഗ് പേപ്പറാണ്. ആക്ച്വലി ഇറ്റ്സ് എ സ്കോറിംഗ് പേപ്പറാണ്. ആൻഡ് ജസ്റ്റ് പാസ്സായതുകൊണ്ട് നമുക്ക് കാര്യമില്ല. സോ നമുക്ക് ഒരു ടാർഗറ്റ് വെക്കാം. ഓക്കെ, ഒരു 70+ നമുക്ക് എന്ത് ചെയ്യണം, 70+ നമുക്ക് സ്കോർ ചെയ്യാനുള്ളൊരു ടാർഗറ്റ് വെക്കാം. ഓക്കെ, സോ നമുക്ക് 3 മൊഡ്യൂൾസാണത്. സോ നമുക്ക് IC തരുന്ന 3 മൊഡ്യൂൾസാണത്. സോ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3. ഞാൻ ആദ്യം വെയിറ്റേജ് പറയാം. സോ മൊഡ്യൂൾ 1ൻ്റെ വെയിറ്റേജ് എന്ന് വെച്ചാൽ 50 to 20%. ദെൻ മൊഡ്യൂൾ 2ൻ്റെ 50 to 55%. ദെൻ മൊഡ്യൂൾ 3 എന്ന് വെച്ചാൽ 35 to 40%. സോ നമ്മൾ കൂടുതൽ കാണാറുള്ളത്, സോ മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് മൊഡ്യൂൾ 3 ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യാറ്. സോ മൊഡ്യൂൾ 3 ആണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാറ്. സോ ഇൻ മൈ ഒപ്പീനിയൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, സോ നിങ്ങൾ സോ ഇപ്പം നിങ്ങൾ റിവിഷൻ ടൈമാണ്. സോ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് സോ ഇറ്റ്സ് മൊഡ്യൂൾ 2. സോ മൊഡ്യൂൾ 2 നിങ്ങൾ റിവൈസ് ചെയ്യാം. ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്? സോ നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ റിവൈസ് ചെയ്യാം. കാരണം 50 to 55% ആണ് വരുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും നമുക്ക് വരുന്നത് ASുമായിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ്, കുറേ യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ആക്ച്വലി AS എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു കോൺസെപ്റ്റും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ അത് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു സ്റ്റൈലോട് കിട്ടിക്കുന്നത് നമുക്ക് ആസ് പെർ അക്കോർഡിംഗ് ടു AS ബ്ലാ ബ്ലാ എന്നെല്ലാം പറഞ്ഞിട്ട് എഴുതാൻ നമുക്കൊരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആക്ച്വലി കുറേ നമുക്ക് തിയറി ആയിട്ടാണ് വരുന്നത്. ആൻഡ് സോ നമുക്ക് മൊഡ്യൂൾ 3നെ കുറിച്ച് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രാക്ടിക്കലാണ്. സോ നമുക്ക് അവിടെയാണ് നമുക്ക് ഷെഡ്യൂൾ 3 പഠിക്കാനുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ട്, അതുപോലെ തന്നെ അമാൽഗമേഷൻ, ബൈബാക്ക്, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, അങ്ങനെ ഒരു ബണ്ടിൽ ഓഫ് ദി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെയും വരും. ദെൻ കമ്പയർ ടു ഫസ്റ്റ് മൊഡ്യൂളായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇറ്റ്സ് എ തിയറി പാർട്ടാണ്. ആക്ച്വലി ഇറ്റ്സ് എ തിയറി പാർട്ടാണ്. ആൻഡ് അപ്പം റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഇത് ആക്ച്വലി ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നെങ്കിൽ ഇപ്പോഴത്തെ കാര്യമല്ല, ഇതിപ്പം റിവിഷൻ ടൈമാണ്, നമ്മൾ പഠിക്കുന്ന ടൈമിലുള്ള കാര്യം പറയാം. സോ ഫസ്റ്റ് നമ്മൾ മൊഡ്യൂൾ 3 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സോ ഇറ്റ് വിൽ ടേക്ക് 45 hours. ഇപ്പം നമുക്ക് 100 hours. നമ്മളിപ്പം അഡ്വാൻസ് അക്കൗണ്ട്സിന് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 100 hours ആയിരിക്കാം. സോ അതിൽ 45 hours നമുക്ക് മൊഡ്യൂൾ 3ക്ക് വേണം. കാരണം നമുക്ക് അമാൽഗമേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, ബൈബാക്ക് ഉണ്ട്, ഇന്റേണൽ റീകൺസിഡറേഷൻ, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദെൻ നമുക്ക് മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ മൊഡ്യൂൾ 2 നമുക്ക് 40 hours മതി. സോ 40 hours. മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ നമുക്ക് 50 hours മതി. സോ ഇതാണ് ഇതിപ്പം ഇറ്റ്സ് നോട്ട് ഇപ്പോൾ നമുക്ക് റിവിഷൻ ടൈമാണ് അതാണ് ഞാൻ പറഞ്ഞത്. സോ മൊഡ്യൂൾ 2ൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോ ഫസ്റ്റ് യു കംപ്ലീറ്റ് ദ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുക. ദ നെക്സ്റ്റ്, അതായത് മൊഡ്യൂൾ 1ഉം 2 നിങ്ങൾ ഫോക്കസ് ചെയ്യുക. മൊഡ്യൂൾ 1ഉം 2ഉം ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൊഡ്യൂൾ 3 ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ മൊഡ്യൂൾ 3 നിങ്ങൾ നോക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഫോക്കസ് ഓൺ മൊഡ്യൂൾ 1 and 2. ദ നെക്സ്റ്റ് നിങ്ങൾ 3 നോക്കാം. സോ ഒന്ന് നിങ്ങൾ ഒഴിവാക്കരുത്. സോ ദ നെക്സ്റ്റ് നമ്മൾ വൺസ് നമ്മൾ മൊഡ്യൂൾ 2 നമ്മൾ കംപ്ലീറ്റ് ആക്കി റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
മൊഡ്യൂൾ ത്രീയിലുള്ള ഒരു ചാപ്റ്റർ എടുക്കാം, ഒരു പ്രാക്ടിക്കൽ ചാപ്റ്റർ എടുക്കാം. നെക്സ്റ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് മൊഡ്യൂൾ 1ലുള്ള ഒരു ചാപ്റ്റർ എടുക്കാം. സ്വിച്ച് ചെയ്തുകൊണ്ട് എടുക്കുക. ഓക്കെ, അതാണ് സ്വിച്ചിങ് എന്ന് പറഞ്ഞത്. ഒരു പ്രാക്ടിക്കൽ ഒരു തിയറി അങ്ങനെ. അതാണ് പറഞ്ഞത്. അപ്പോൾ മൊഡ്യൂൾ 3യിൽ ഒരു പ്രാക്ടിക്കൽ എടുക്കാം, മൊഡ്യൂൾ 1ൽ ഒരു പ്രാക്ടിക്കൽ തിയറി എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതങ്ങനെ കംപ്ലീറ്റ് ആവും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ICA മൊഡ്യൂൾസ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത് പറയുന്നത് വെച്ചാൽ ICA ആസ്കിങ്, നമുക്ക് ഈ ഒരു അഡ്വാൻസ് അക്കൗണ്ട്സിൽ ICA ആസ്ക് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. തിയറി ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് AS-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ് തിയറി നമുക്ക് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, RTPs നോക്കാം. 4 അറ്റംപ്റ്റ്സിൽ RTPs നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ 4 അറ്റംപ്റ്റ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ പാസ്സാവാതിരിക്കുന്നില്ല. നിങ്ങൾ മിനിമം അതെങ്കിലും ചെയ്യുക. ഓക്കെ, 4 അറ്റംപ്റ്റിലെ RTP നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ടെൻഷൻ ആവരുത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ MTPs എഴുതി നോക്കുക. ഈ പ്രസൻ്റ്ലി ICAയുടെ 2 MTPs എഴുതി നോക്കുക. ഓക്കെ, ആൻഡ് ഫോർ MCQ പർപ്പസിന് നമുക്ക് മൊഡ്യൂൾ 1 ഉം 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്യാം. ഫോർ MCQ ഞാൻ ഗ്യാരണ്ടി പറഞ്ഞില്ല. ആക്ച്വലി നമുക്ക് ഫ്രീക്വൻലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് IC എന്താണ് ചെയ്യുന്നത്. അതിന് നമുക്ക് മൊഡ്യൂൾ 1 ഉം 2 എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം ഫോർ MCQ. കാരണം ICA ചോദിക്കുന്നത് ഇപ്പം MCQ എന്ന് പറയുന്നത് ഇതൊരു കോംപ്രിഹെൻസീവ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഒരു കേസ് സ്റ്റഡി തന്നിട്ട് നമുക്ക് അതിൽ 4 or 5 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് MCQ ആയിട്ട് ചോദിക്കുന്നത്. ദാറ്റ്സ് ICA പാറ്റേൺ അതാണ്. MCQന് 1 and 2 നിങ്ങൾ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. മൊഡ്യൂൾ 1 and 2 ഫോക്കസ് ചെയ്യാം. That's all about advanced accounts. Thank you.